ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, മോളുടെ കയ്യിലെ ആ മോതിരം എവിടെ? അത് ഞാൻ എപ്പോഴും ധരിക്കാറില്ലമ്മേ. പ്രേമവിവാഹമായിരുന്നല്ലോ മുത്തശ്ശിയുടേതും. ഓൾഡ് സ്റ്റോറിയിൽ മറ്റെന്തെങ്കിലും വഴി കൂടി കിട്ടിയാലോ? ചോദിച്ചു നോക്കാം. മുത്തശ്ശി, എന്താടാ? രാമായണം മൊത്തം കാണാതെ പഠിച്ചോ? എത്ര വായിച്ചാലും മതി വരാത്ത ഒന്നാണ് രാമായണം. എനിക്കും അതെ. അതിന് നീ രാമായണം വായിക്കുവോ? ഇടയ്ക്കിടയ്ക്ക്. രാമായണത്തിലുണ്ടല്ലോ സീത, ശ്രീരാമൻ, പ്രണയം, വിരഹം ഒക്കെ. രാമായണം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് വേറെ കാര്യം പറയാം. മുത്തശ്ശിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, മുത്തശ്ശിനെ കുറിച്ച്. മുത്തശ്ശിനും മുത്തശ്ശിയും ആദ്യം കണ്ടത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? ഇന്നലെ നടന്നതുപോലെ ഓർമ്മയുണ്ട്. എങ്കിലതൊന്ന് ചുരുക്കി പറഞ്ഞു. എന്റെ അച്ഛന് ധാരാളം കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ ധാരാളം കൃഷിക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ മുത്തശ്ശനും കൃഷിക്കാരനായിരുന്നല്ലേ? മിണ്ടാതിരിക്കടാ, പറഞ്ഞു വരട്ടെ. വൈകുന്നേരം കൃഷിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നേരമാകുമ്പോ ഞാനും കൂടെ പോവും. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാ. അതെ, ഈ പ്രകൃതി രമണീയതയൊക്കെ വിട്ടിട്ട് ലവ് സ്റ്റോറിയിലേക്ക് വാ. എടാ, അതിലേക്കാടാ പറഞ്ഞു വരുന്നത്. എന്നെ എവിടെയൊക്കെയോ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം എന്ന് പറഞ്ഞ ഈ മുത്തശ്ശൻ? ആ, അന്നൊരു ദിവസം എന്നോട് വന്നു മിണ്ടി. എന്നിട്ട് പിന്നെ എന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ കാണാൻ വരും. എന്നിട്ട് കുറെ കളിയാക്കും. ഞാനും എന്തെങ്കിലുമൊക്കെ പറയും. അന്നൊരു ദിവസം എന്നോട് പറഞ്ഞു, ഭാനുമതി, പ്രിയതമേ, എനിക്ക് നീ മതിയെന്ന്. സത്യം പറഞ്ഞ എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു. ഇങ്ങോട്ട് പറയട്ടെ എന്ന് കരുതി ഞാൻ വെയിറ്റിട്ട് നിന്നതാ. അപ്പോ ഇങ്ങോട്ട് വന്ന് പറയുമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പായിരുന്നോ? പിന്നല്ലാതെ. പലപ്പോഴും എന്നോടിത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ധൈര്യമില്ലായിരുന്നു. എന്റെ മുന്നിൽ വരുമ്പം അത് പറയാനുള്ള ധൈര്യം പോകും. പിന്നെ വേറെന്തെങ്കിലുമൊക്കെ പറയും. ഓ, അപ്പൊ ഇത് എന്റെ കുഴപ്പമല്ല, പാരമ്പര്യ, കുലപാരമ്പര്യം. എടാ, ഞാൻ പറയുന്നുവല്ലോ, നീ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. ഒരു സംശയം, മുത്തശ്ശൻ ഇതാ പറയാൻ വരുന്നതെന്ന് മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി? നമ്മളൊരു പെണ്ണിനെ സ്നേഹിക്കുമ്പോൾ അത് അവളോട് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ മട്ടുമാതിരിയൊക്കെ കാണുമ്പം ഏതൊരു പെണ്ണിനും അതാദ്യമേ മനസ്സിലാകും. പിന്നെ അവര് കണ്ടില്ലെന്നേ നടിക്കുള്ളൂ. ആ, അത് പോട്ടെ. അങ്ങനെ നിന്റെ മുത്തച്ഛനെ ഞാൻ വിവാഹം കഴിച്ചു. ഭാനുമതി, മതി. എനിക്കറിയാനുള്ള കാര്യം അറിഞ്ഞു. ബാക്കി കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. എന്നാലും മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും പ്രണയകഥ കേൾക്കാൻ നല്ല രസമുണ്ട്. ആ കാലത്തൊക്കെ ഒരാളെ സ്നേഹിക്കാനും സംസാരിക്കാനും ഒക്കെ എന്തു പാടാണെന്നറിയോ? ഇന്നെന്തെല്ലാം സൗകര്യങ്ങളാ. ഒരാളെ ഇഷ്ടമാണെന്ന് പറയാൻ ഒന്നും ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല. കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നോക്കിയാൽ ഏത് ടൈപ്പ് വേണേലും കിട്ടും. മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ ശങ്കറിന്റെയോ അങ്ങനെ എത്ര ആൾക്കാരുടെ സിനിമയുണ്ട്. അതിലേതെങ്കിലും ഒന്ന് കണ്ടിട്ട് അതുപോലെ അങ്ങ് പറഞ്ഞാ പോരെ. പണ്ടതാണോ സ്ഥിതി? ഓ, അത് കൊള്ളാം. മോഹൻലാൽ, മമ്മൂട്ടി ഇവരുടെയൊക്കെ പ്രപ്പോസൽ സീൻ കണ്ടുപിടിക്കാം. മമ്മൂക്ക.
guest is coming. VIP guest is coming. ചിന്നു നീ ചെന്ന് നോക്കി ആരാന്ന്. ആ അമ്മേ, ആ മോളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? അമ്മ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് അപ്പ വരാൻ കഴിഞ്ഞില്ലല്ലോ, അതാ ഇപ്പൊ വന്നത്. മോള് വാ. വാ. ആ, വാ. ആ മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഒന്നും വേണ്ടമ്മേ. അത് പറഞ്ഞാ പറ്റില്ല. ചിന്നു ചെന്നെടുക്ക്. വാ മോളിരിക്കെ. ആ ഇരിക്കും മോളെ. ആരാ മോളെ ഗസ്റ്റ്? അർജുൻ സാറ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. ആ നീ ഒരു ജ്യൂസ് ഉണ്ടാക്ക്. അല്ല മോളുടെ കയ്യിലെ ആ മോതിരം എവിടെ? അത് ഞാൻ എപ്പോഴും ധരിക്കാറില്ലമ്മേ. ഓ, ധാരാളം ആഭരണങ്ങള് എനിക്ക് വേറെയുണ്ട്. എനിക്കത് എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്ന ഇഷ്ടല്ല. രാജമുദ്രയുള്ള ആ മോതിരം ധരിക്കുമ്പോ മോൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. ആ പിന്നെ അത് വിരലിൽ കിടക്കുമ്പോ ഒരു പ്രത്യേക പ്രൗഢിയില്ലേ? ഇതൊന്നും ഇല്ലെങ്കിലും മോളെ കാണാൻ സുന്ദരിയാ. അത് വേറെ കാര്യം. ആ ജ്യൂസ് എടുക്ക. ചില സമയത്ത് അമ്മയ്ക്ക് മോളെ കാണണമെന്ന് തോന്നും. അതാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്നത്. അതിനെന്താ അമ്മേ, എപ്പ വേണമെങ്കിലും വിളിച്ചോ, ഞാൻ വന്ന് കണ്ടോളാം അമ്മേ. എനിക്കും അമ്മയെ കാണുന്നത് വലിയ സന്തോഷം തന്നെയാ. എക്സ്ക്യൂസ് മീ.